വിമതർ സിറിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് തടവിലാക്കപ്പെട്ട പലരെയും മോചിപ്പിച്ചു. അസദ് ഭരണത്തിന് കീഴിൽ തടവിലായിരുന്നവരെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സ്വതന്ത്രരായി പോകാൻ അനുവദിച്ചിട്ടുള്ളത്. ജയിൽ സെല്ലിൻ്റെ വാതിലുകൾ തുറന്നപ്പോൾ വനിതാ തടവുകാരൊക്കെ ആദ്യം ഭയപ്പെട്ടു. പുറത്തുപോയി നിങ്ങൾക്കിഷ്ടമുള്ളിടത്തേക്കെല്ലാം പോകൂ എന്ന് വിമതസേന അംഗങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ സന്തോഷിച്ചു, പരസ്പരം ആലിംഗനം ചെയ്തു. സന്തോഷത്തിൽ ചിലർ നിലവിളിക്കുന്നതും കാണാമായിരുന്നു. ജയിലിൽ ജനിച്ച് ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയും ആ കൂട്ടത്തിൽ പെടുന്നു. ഇനി മറ്റൊരു കാര്യം, 43 വർഷത്തോളമായി അസദ് ഭരണകൂടം തടവിലാക്കിയ റഹീദ് അൽ തത്താരിയുടെ കഥയാണ്. തത്താരിക്ക് വിമതർ മോചനം നൽകിയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ രാഷ്ട്രീയ തടവുകാരിൽ ഒരാളാണ് തത്താരി. സിറിയൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്നു. 1981 കൂട്ടാളികൾ യുദ്ധവിമാനത്തിൽ ജോർദനിലേക്ക് രക്ഷപ്പെട്ടു. അതിനു പിന്നാലെയാണ് ഇയാൾ തടവിലായത്. അവരെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാണ് തത്താരിക്കെതിരെയുള്ള കേസ്. തത്താരിയെ പാൽമിറ ജയിലിലേക്ക് മാറ്റി. അതിനു മുമ്പ് ഏകാന്ത തടവിൽ പാർപ്പിച്ചു. ഈ ജീവപര്യന്ത തടവ് വിധിക്കാൻ സൈനിക കോടതി എടുത്ത സമയം 1 മിനിറ്റ് മാത്രമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ജയിൽവാസത്തിനിടെ തത്താരി അസാധാരണമായ തരത്തിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെസ് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചു. അപരിചിതനായ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അത് തൻ്റെ പിതാവായിരിക്കുമോ എന്ന് ചിന്തിക്കുമായിരുന്നു എന്ന് അൽ തത്താരിയുടെ മകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ബഷാർ അൽ അസദിൻ്റെ പിതാവിൻ്റെ കാലത്ത് ഹമയിൽ ബോംബിടാൻ തത്താരി വിസമ്മതിച്ചതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്ന് വാദിക്കുന്നവർ ഉണ്ട്. ഒപ്പമുള്ളവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തത്താരി വിസമ്മതിച്ചു എന്നും പറയപ്പെടുന്നു. അന്നത്തെ പ്രസിഡന്റിൻ്റെ മകനെ കുതിരപ്പന്തയത്തിൽ തോൽപ്പിച്ചതാണ് തടവിലാകാൻ മറ്റൊരു കാരണമായി ആളുകൾ പറയുന്നത്. ഏതായാലും ഒരു ഭരണകൂടത്തിന് കീഴിൽ കുറ്റവാളികളായിരുന്നവർ മറ്റൊരു ഭരണകൂടത്തിന് കീഴിൽ നിരപരാധികളായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്.